പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഇവിടെ കണ്ടുവരുന്ന ഒരു രീതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാത്രം പ്രത്യേകതയാണ്. സീറോ മലബാർ സഭയുടെ ഈ അതിരൂപതയിൽ ശരാശരി വിശ്വാസികൾക്ക് ഈ സംഭവ വികാസങ്ങളിലേക്ക് നോക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് ഈ സമയം വരെ യാതൊരു മറുപടിയും ലഭിക്കുന്നില്ല. കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് എത്തുന്നവർക്ക് അവരൊക്കെ പുരോഹിതരാണ്. അതുകൊണ്ട് അവരുടെ പാപം നോക്കി നമുക്ക് ഒരു വിധി നടത്തുവാനോ അവരെ തിരുത്തുവാനോ അവകാശമില്ല പോലും. അതായത് നമ്മൾ അവർക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. 2017 ഡിസംബർ മാസം മുതൽ ഈ അതിരൂപതയിലും സീറോ മലബാർ സഭയിലും അശാന്തി വിതച്ചുകൊണ്ട് ജോസഫ് പാറേക്കാട്ടിൽ എന്ന പുരോഹിത വേഷധാരി അതിരൂപതയുടെ ഭൂമിയെല്ലാം മെത്രാപ്പൊലിത്ത ആരോടും ആലോചിക്കാതെ വിറ്റുതുലച്ചു എന്ന ആരോപണവുമായി മാധ്യമങ്ങളുടെ മുമ്പിൽ പരസ്യ പ്രസ്താവന നടത്തി ആരംഭിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലും പ്രവർത്തന രീതിയും അനുസരിച്ച് യാതൊരു വിധത്തിലും ന്യായീകരണവുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ്. തെറ്റ് ചെയ്യാത്തതും സംഭവിക്കാത്തതുമായ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൈദികൻ രംഗത്ത് വരുമ്പോൾ അപ്പോൾ ആ വ്യക്തിയെ വിളിച്ചു വരുത്തി ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ആ വ്യക്തിയെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നു എങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നു പോയേനെ. അയാളുടെ പിന്നിൽ വൻ തോക്കുകൾ ഉണ്ട് എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. മറഞ്ഞിരുന്നു കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന അവരെയും അതോടുകൂടി പുറത്ത് ചാടിക്കാമായിരുന്നു. ഫലം എന്തായി? കഴിഞ്ഞ 9 വർഷത്തിലധികമായി സഭയും അതിരൂപതയും സാക്ഷ്യം വഹിക്കുന്ന സഭാവിരുദ്ധവും ഹീനവും വേദനാജനകവുമായ സംഭവങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. സഭാ നേതൃത്വത്തിൻ്റെ ബലഹീനത മൂലം യാതൊരു നടപടിയും സ്വീകരിക്കാതെ ജോസഫ് പാറേക്കാട്ടിൽ എന്ന വൈദികൻ ഇപ്പോഴും കുഞ്ഞാടുകൾക്ക് ധ്യാനപ്രസംഗങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ്. തുടർന്ന് ഇങ്ങോട്ട് നടന്ന സംഭവങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാനോനികമായ എല്ലാ നടപടികളും പിന്തുടർന്ന് നടത്തിയ അതിരൂപതയുടെ ഏതാനും ചില വസ്തുക്കളുടെ വിൽപ്പന ഒരു വലിയ വിവാദമായി മാറിയതിൻ്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വിശ്വാസികൾ അമ്പരപ്പോടെ നോക്കുകയാണ്. അതിത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളെ അതിരൂപതയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള കേവലമായ ഒരാഗ്രഹത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇവർ മെനഞ്ഞ ഈ ഭൂമി വിവാദം. അപ്പോൾ ചോദിക്കാം, എങ്ങനെയാണ് ഈ അതിരൂപതയിലെ വൈദികർക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള അതിരൂപത അധ്യക്ഷനെ ലഭിക്കേണ്ടത് എന്നുള്ളത്? അത് അവശേഷിക്കുന്നൊരു ചോദ്യമായി അവിടെ നിൽക്കട്ടെ. പല വഴികളിലൂടെ കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു വലിയ അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. സഭയെയും സഭാ അധികാരികളെയും അങ്ങേയറ്റം ആദരിച്ചിരുന്ന സീറോ മലബാർ സഭയിൽ ഇന്ന് മെത്രാന്മാരും പുരോഹിതരും പരിഹാസത്തിന് വിധേയരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ ആഗ്രഹങ്ങളും ആശകളും നടപ്പിലാക്കി കിട്ടുവാനായി സഭയെയും സഭയുടെ അധികാരികളെയും ഉപയോഗിക്കുന്ന മെത്രാന്മാരും പുരോഹിതന്മാരും സഭാ സമൂഹത്തിൻ്റെ മുമ്പിൽ നഗ്നരായി നിൽക്കുകയാണ്. സഭയിൽ മാർപ്പാപ്പ തീരുമാനിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി യാതൊന്നും നടപ്പിലാക്കുവാൻ സാധിക്കുകയില്ല എന്ന പരിപൂർണ ബോധ്യമുണ്ടായിരിക്കെ ഏകീകൃത വിശുദ്ധ കുർബാന മാത്രമേ ഇനി സീറോ മലബാർ സഭയിൽ അർപ്പിക്കുവാൻ പാടുള്ളൂ എന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും വിശ്വാസികളും സഭയുടെ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്നും അർത്ഥശങ്കയ്ക്കിടമില്ലാതെ മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ സമവായം എന്ന വ്യാജേന വിമത വൈദികരുടെ അഭിലാഷം സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സഭാവിരുദ്ധ നടപടികളിലാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പ്രവർത്തനങ്ങൾ വന്നു നിൽക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും താൻ പരിഹരിച്ചു കൊള്ളാം എന്നുള്ള പൈശാചിക വാഗ്ദാനം നൽകി
തീരുമാനമെടുക്കുവാൻ അറിയാത്ത സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ മണ്ടൻ കൽപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തൻ വികാരിയായി തനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ അവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് സമൃദ്ധമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അഭിവന്ദ്യരായ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ കാണുന്നുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്കെതിരെ അവരെ ഗുണ്ടകളെന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് കേസ് കൊടുക്കുന്ന തലത്തിൽ വരെ എത്തി നിൽക്കുന്നു. ഈ പോരാട്ട വീര്യൻ്റെ നാടകങ്ങൾ കത്തീഡ്രൽ ദേവാലയത്തിൽ ഏകീകൃത വിശുദ്ധ കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്നുള്ള മാർപ്പാപ്പായുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് തനിക്കൊരു കുർബാന അവിടെ അർപ്പിക്കുവാൻ അവസരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കത്തീഡ്രൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ദേവാലയമായിരിക്കെ മാർപ്പാപ്പായുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ക്രിസ്മസ് കാലത്ത് കോടതി ഉത്തരവ് ലംഘിച്ച് സമവായ ജന അഭിമുഖ കുർബാന ചൊല്ലിത്തുടരുവാൻ ആ ദേവാലയം തുറന്നു കൊടുക്കുകയാണ്. അതിനുശേഷം മേജർ ആർച്ച് ബിഷപ്പിനെയും കൂട്ടി റോമിലേക്കൊരു യാത്രയും നടത്തുകയാണ്. അതിനുശേഷം വിശ്വാസികൾ ഐക്യത്തോടെ ബസിലിക്കയിൽ പ്രവേശിച്ച് പ്രാർത്ഥനാ യജ്ഞത്തിൽ തുടരുന്നത് വഴിയായി വിമതരുടെ കണക്ക് കൂട്ടൽ തടസ്സപ്പെട്ടിരിക്കുന്നതിനാലാണ് വിശ്വാസികളെ ഗുണ്ടകളെന്ന് വിളിച്ചുകൊണ്ട് അവരെ നീക്കിക്കിട്ടുവാനായി പാമ്പ്ലാനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വേദനാജനകമായ ഈ ഏടുകൾ അധികകാലം നിലനിൽക്കുകയില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇനി തുടക്കത്തിലെ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് എങ്ങനെയുള്ള അധ്യക്ഷനെയാണ് വേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവിടേക്ക് വരുന്ന ആൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം. അതായത് കാലഹരണപ്പെട്ട കാനോനിക നിയമങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങളെ ആരും ഭരിപ്പിക്കാൻ വരരുത്. ഇത് അപ്പസ്തോലിക സഭയായതിനാൽ ഒരു മെത്രാൻ ഞങ്ങൾക്ക് മുകളിൽ വേണം എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി ഞങ്ങളെ അടിമകളാക്കിക്കൊണ്ട് ഇവിടെ ഭരണം നടത്താമെന്ന് വിചാരിച്ച് വന്നേക്കരുത്. ഞങ്ങൾ കൊണ്ടുവരുന്ന ഫയലുകൾ നോക്കുവാനോ ഒന്നും മുതിരരുത്. പറയുന്ന സ്ഥലത്ത് ഒപ്പിടുക, മറിച്ചൊന്നും മിണ്ടിയേക്കരുത്. ഇത്രയുമെങ്കിലും ചെയ്യുവാൻ തയ്യാറുള്ള മിനിമം യോഗ്യത നേടിയ മെത്രാപ്പൊലീത്തയ്ക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം. അങ്ങനെയുള്ള അതിരൂപത അധ്യക്ഷനെ ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കും. വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മുതലക്കണ്ണീർ ഒഴുക്കി വിലാപഗാനം ആലപിക്കുവാനും സ്ത്രീകളുടെ ഒരു സമൂഹം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ധൈര്യശാലിയായ മെത്രാപ്പൊലിത്തൻ വികാരി എറണാകുളത്ത് പോയി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് പലർക്കും ഒരു സംശയമായി തോന്നിയേക്കാം. ഇതൊക്കെ തന്നെയാണ്. അദ്ദേഹം നല്ലൊരു നാടകക്കാരനായതുകൊണ്ട് നന്നായി നാടകം അവതരിപ്പിച്ച് മോശമല്ലാത്ത പ്രതിഫലം വാങ്ങും എന്നു മാത്രമേ ഉള്ളൂ. ദൈവികമായ ഇടപെടലിലൂടെ അതിരൂപതയിലെ അശാന്തി നിറഞ്ഞ ദിനങ്ങൾ മാറിപ്പോകട്ടെ എന്നും സീറോ മലബാർ സഭയുടെ നല്ല ദിനങ്ങൾ തിരിച്ചു വരട്ടെ എന്നും ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം.